ഖത്തറിലെ US കേന്ദ്രത്തിനെതിരായ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ താറുമാറായി വ്യോമഗതാഗതം. ഗൾഫ് മേഖലയിലേക്കുള്ള എല്ലാ സർവീസുകളും എയർ ഇന്ത്യ റദ്ദാക്കി. ഇൻഡിഗോ, എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളും സർവീസ് നടത്തില്ല എന്നറിയിച്ചതോടെ യാത്രക്കാർ വലഞ്ഞു. കൊച്ചിയിൽ നിന്ന് മാത്രം 17 വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. അതേസമയം മിസൈൽ ആക്രമണത്തിന് പിന്നാലെ അടച്ച വ്യോമപാത തുറന്നതായി ഖത്തർ അറിയിച്ചു. ഖത്തറിലെ US കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നാലെ പ്രതിസന്ധിയിലായത് ഗൾഫ് മേഖലയിലെ വ്യോമഗതാഗതം കൂടിയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കുന്നതായി എയർ ഇന്ത്യ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനമെന്നും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സർവീസ് ഉണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സർവീസുകൾ റദ്ദാക്കിയതായി ഇൻഡിഗോ, എമിറേറ്റ്സ്, സ്പൈസ് ജെറ്റ് കമ്പനികളും അറിയിച്ചതോടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത വിമാനത്താവളത്തിലെത്തിയവർ കുടുങ്ങി. പലരും കുടുംബവുമായി വിമാനത്താവളത്തിലെത്തിയതിനു ശേഷമാണ് വിവരം അറിഞ്ഞത്. ഞാൻ കുവൈറ്റിലേക്ക് പോകാൻ വന്നതാണ്. 12 മണിക്ക് വന്നതാണ്. അപ്പം ഫ്ലൈറ്റ് ക്യാൻസലാന്ന് പറഞ്ഞു. ഈ വാറ് കാരണമാണ്. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് അറിയുന്നത് ഇതുപോലെ ഫ്ലൈറ്റ് ക്യാൻസൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ എയർപോർട്ട് ക്ലോസ് ചെയ്തത്. ഇവർ ഇവിടെ പറഞ്ഞത് 2 മണി വരെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. 3 മണിയുടെ അൽജസീറ ഫ്ലൈറ്റിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം 3.5 മണിക്കൂർ മുമ്പ് തന്നെ നമ്മളിവിടെ എത്തിയിരുന്നു. 3.5 മണിക്കൂർ മുമ്പ് എത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ കുവൈറ്റ് എയർപോർട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ 12 മണിക്ക് വന്നു, 3 മണിക്കായിരുന്നു ഫ്ലൈറ്റ് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ യുദ്ധാടിസ്ഥാന പ്രശ്നമായതുകൊണ്ട് ഫ്ലൈറ്റ് വിടുന്നില്ല, മൊത്തം ബ്ലോക്കാക്കിയിരിക്കുക. കരിപ്പൂരിൽ നിന്ന് ഇന്ന് പുലർച്ചെ 1:20 അബുദാബിയിലേക്ക് പോകേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനം യാത്രക്കാരെ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം തിരിച്ചയച്ചു. അപ്രതീക്ഷിതമായി വിമാനങ്ങൾ റദ്ദാക്കിയതോടെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള യാത്രക്കാരും പ്രതിസന്ധിയിലായി. സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ ഗൾഫിലെത്തിയാലും കുടുങ്ങിപ്പോകുമോ എന്നാണ് ഇവരുടെ ആശങ്ക. ഇന്നലെ രാത്രിയിലൊക്കെ നമുക്ക് കിട്ടിയേക്കുന്ന വിവരം അനുസരിച്ച് പോകാൻ പറ്റൂല എന്നുള്ളൊരായിരുന്നു. പിന്നെ രാവിലെ എന്തായാലും എയർപോർട്ടിൽ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് എന്താ സ്ഥിതി എന്നനുസരിച്ച് നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ചെക്ക് ഇൻ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ റീഷെഡ്യൂൾ ഈവനിങ്ങോ എന്തെങ്കിലും മാറ്റുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം പോകുന്ന കാരണം നമ്മൾ ഒരു ടെൻഷൻ, ഇനി അവിടെ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുമോ എന്നുള്ളൊരു പ്രശ്നം കാരണം ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ TV ചാനലിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളാകെ പ്രശ്നത്തിലായിപ്പോയി. ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ഞങ്ങൾ അറിഞ്ഞത് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ. കൊച്ചിയിൽ നിന്ന് 17ഉം കരിപ്പൂരിൽ നിന്ന് 16 വിമാനങ്ങൾ റദ്ദാക്കിയെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. കണ്ണൂരിൽ നിന്ന് പുറപ്പെടേണ്ടതും കണ്ണൂരിൽ എത്തേണ്ടതുമായ 17 സർവീസുകളും ഉണ്ടാകില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് റദ്ദാക്കിയത് എയർ ഇന്ത്യയുടെ 5 വിമാനങ്ങളടക്കം 8 സർവീസുകളാണ്. സർവീസുകൾ എപ്പോൾ പുനഃസ്ഥാപിക്കാനാകുമെന്നതിൽ വിമാന കമ്പനികൾക്കും വ്യക്തതയില്ല. വിമാനത്താവളത്തിൽ എത്തും മുൻപ് യാത്രാക്രമം പരിശോധിക്കണമെന്ന് മാത്രമാണ് നിർദ്ദേശം. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് വിമാനത്താവളങ്ങളിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. അതേസമയം ഇറാൻ ആക്രമണത്തിന് പിന്നാലെ അടച്ച വ്യോമപാത ഖത്തർ തുറന്നു. ഇതോടെ സർവീസുകൾ പുനരാരംഭിച്ചതായി ഖത്തർ എയർവേസ്, ഇത്തിഹാദ്, എയർ അറേബ്യ അടക്കമുള്ള കമ്പനികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.